മാനുഫാക്ചറിംഗ് ടെക്നോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനുഫാക്ചറിംഗ് ടെക്നോളജിയിലെ തേർഡ് മൊഡ്യൂളിലെ വെൽഡിങ്ങിൽ വരുന്ന ബാക്കിയുള്ള ടൈപ്സ് ഓഫ് വെൽഡിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്യാസ് വെൽഡിങ് പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, അതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് നമ്മൾ സാധാരണ SAW എന്ന് പറയാറുണ്ട്. സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിന് ഷോർട്ട് ഫോമായിട്ട് നമ്മൾ സാധാരണ SAW പറയാറുണ്ട്. അപ്പോൾ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ SAW പറയാറുണ്ട്. അപ്പോൾ നോക്കാം, ഇവിടെ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനായിട്ടുള്ളൊരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ ഇലക്ട്രോഡ് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇത് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രോഡാണ്. ആ ഇലക്ട്രോഡിനെ ഫീഡ് ചെയ്യാനുള്ള റോളേഴ്സാണ് ഈ കാണുന്ന ഫീഡ് റോൾസ്. അതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും ഫീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ നമ്മളൊരു ഫ്ലെക്സ് സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്ലെക്സിൻ്റെ ഹോപ്പറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലെക്സ് ബ്ലാങ്കറ്റ്, അതായത് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഷീൽഡിങ് ബ്ലാങ്കറ്റ് കൊടുക്കാനാണ് ആ ഫ്ലെക്സ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ രണ്ട് വർക്ക് പീസിന് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ വെൽഡ് നമ്മൾ കൊടുക്കുന്നതായിട്ടും കാണാൻ പറ്റും. ഇവിടെ ആർക്ക് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിന് നമുക്ക് വെൽഡ് പൂൾ എന്ന് വിളിക്കാം. ഓക്കെ, ആ ഒരു മോൾട്ടൺ മെറ്റൽ നമുക്ക് വെൽഡ് പൂൾ എന്ന് വിളിക്കാം. ഓക്കെ, അതാണ് ജസ്റ്റ് ഒരു ബേസിക്സ്, നമ്മുടെ ഒരു സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൻ്റെ ബേസിക്സ് ആയിട്ട് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമുക്കതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇൻ ദ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ് പ്രോസസ് യൂസസ് ഹീറ്റ് ജനറേറ്റഡ് ബൈ ആൻ ഇലക്ട്രിക് ആർക്ക് അല്ലേ. അപ്പോൾ നമ്മളിവിടെ നമുക്കറിയാം ഇത് ആർക്ക് വെൽഡിംഗ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആർക്ക് വെൽഡിംഗ് ആകുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. മിക്കവാറും കേസിലൊക്കെ ഇതായിരിക്കും നമ്മൾ ആ ഒരു ഇലക്ട്രിക് ആർക്ക് അല്ലേ, ഇപ്പോൾ ഇലക്ട്രിസിറ്റി കൊടുത്തായിരിക്കും ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ യൂസേഴ്സ് ഹീറ്റ് ജനറേറ്റഡ് ബൈ ആൻ ഇലക്ട്രിക് ആർക്ക്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഹീറ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ചാണ് ജനറേറ്റ് ചെയ്യുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ എ ബെയർ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് വയർ ആൻഡ് ദ വർക്ക് പീസ് അല്ലേ. ആ വർക്ക് പീസിനും കൺസ്യൂമബിൾ ഇലക്ട്രോഡിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ചാണ്. സിൻസ് ഇൻ ദിസ് പ്രോസസ് വെൽഡിംഗ് ആർക്ക് ആൻഡ് ദ വെൽഡ് പൂൾ ആർ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് അണ്ടർ കവർ ഓഫ് ഗ്രാനുലാർ ഫ്യൂസിബിൾ ആൻഡ് മോൾട്ടൺ ഫ്ലെക്സ്, ദെർഫോർ ഇറ്റ് ഈസ് കോൾഡ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. അപ്പോൾ ഈ പേരെങ്ങനെയാണ് ശരിക്കും വന്നുള്ളത്, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന വെൽഡിങ് ആർക്കും അതുപോലെ വെൽഡ് പൂളും കംപ്ലീറ്റ്ലി എന്തായിരിക്കും, സബ്മേർജ് ചെയ്തിട്ടുണ്ടായിരിക്കും അണ്ടർ കവർ ഓഫ് ഗ്രാനുലാർ ഫ്യൂസിബിൾ ആൻഡ് മോൾട്ടൺ ഫ്ലെക്സ്. നമ്മൾ നേരത്തെ ഫിഗർ നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഫ്ലെക്സ് ഹോപ്പർ ഉണ്ട് അല്ലേ. ഇത് നമ്മുടെ ഫ്ലെക്സ് ഹോപ്പറാണ്. സോ അവിടെ നിന്ന് നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ചാമ്പർ വഴിയാണ് ഫ്ലെക്സിനെ അങ്ങോട്ട് സപ്ലൈ ചെയ്യിക്കണം. അതായത് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് ഫ്ലെക്സിനെ സപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടെ ഒരു ഷീൽഡിങ് ബ്ലാങ്കറ്റായിട്ട്, അതായത് അതർ അറ്റ്മോസ്ഫിയറിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒന്നും അതിലേക്ക് ആഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു ഷീൽഡിങ് ഗ്യാസ് അല്ലെങ്കിൽ നമ്മൾ ഫ്ലെക്സ് ഹോപ്പർ വഴി ആ ഫ്ലെക്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്ലാങ്കറ്റ് പോലെ, ഒരു ആവരണം പോലെ കൊടുക്കാനാണ് ആ ഒരു ഫ്ലെക്സ് ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ഫ്ലെക്സ് ഹോപ്പർ വഴി നമ്മൾ ഫ്ലെക്സ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. ഡ്യൂറിങ് വെൽഡിങ് granular flux is melted using heat generated by arc and forms cover of molten flux layer, which in turn avoids spatter tendency and prevents accessibility of atmospheric gases to the arc zone and the weld pool. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള മറ്റു ഗ്യാസുമായിട്ട് കോൺടാക്റ്റ് വരാതിരിക്കാൻ ശരിക്കും നമ്മളൊരു ആ ഒരു ആവരണം അല്ലെങ്കിൽ ആ ഒരു ഫ്ലെക്സിൻ്റെ ആ ഒരു ബ്ലാങ്കറ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെക്സ് ബ്ലാങ്കറ്റ് എങ്ങനെ ശരിക്കും ഉണ്ടാകുന്നത്, ഡ്യൂറിങ് വെൽഡിങ് ഗ്രാനുലാർ ഫ്ലെക്സ് ഈസ് മെൽറ്റഡ് യൂസിങ് ഹീറ്റ് ജനറേറ്റഡ് ബൈ ആർക്ക്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓൾറെഡി ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ച് നമ്മൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ആർക്ക് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഫ്ലെക്സിനെ നമ്മൾ മെൽറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഫ്ലെക്സിന് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത് ഏതാണ്, ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ആർക്ക് ഹീറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു ഫ്ലെക്സിനെ നമ്മൾ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറ്റുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വിച്ച് ഇൻ ടേൺ അവോയ്ഡ്സ് സ്പാറ്റർ. എന്തുണ്ട്, സ്പാറ്ററിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ സ്പാറ്റർ ഓൾറെഡി വെൽഡിങ് ഡിഫക്ട്സിൽ പഠിച്ചൊരു കാര്യമായിരിക്കും അല്ലെ, ഓർമ്മ ഉണ്ടായിരിക്കും. സ്പാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു വെൽഡിങ് ഇലക്ട്രോഡിൻ്റെ മേലിൽ നിന്നും നമ്മുടെ ആ ഒരു പാരൻ്റ് മെറ്റീരിയലിൻ്റെ മേലേക്ക് എന്ത് ചെയ്യാണ്, വെൽഡിങ്ങിൻ്റെ ആ ഒരു ചെറിയ കണികകൾ ഇങ്ങനെ തെറിച്ച് പോകുന്നൊരു ടെൻഡൻസി ഉണ്ട് അല്ലേ. അതാണ് നമ്മൾ സ്പാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു മോൾട്ടൺ ഫ്ലെക്സിൻ്റെ ബ്ലാങ്കറ്റ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, അങ്ങനെ സ്പാറ്റർ ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി കുറയും. ഓക്കെ, അതുപോലെ ആൻഡ് പ്രിവെൻറ്റ്സ് ആക്സസിബിലിറ്റി ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ടു ദ ആർക്ക് സോൺ ആൻഡ് വെൽഡ് പൂൾ.
അതുപോലെ എന്തായിരിക്കും അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഓക്കെ ആർഗ് സോണിലേക്കും അല്ലെങ്കിൽ വെൽഡ് പൂളിലേക്കും അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് പുറമേയുള്ള അറ്റ്മോസ്ഫിയറിക് ഗ്യാസസൊക്കെ അതിനകത്തേക്ക് കയറാനുള്ള ടെൻഡൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതാണ് നമ്മൾ ആ ഒരു സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയാനുള്ളൊരു കാരണം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഫിഗർ വരയ്ക്കാനോ പഠിച്ചു നോക്കാം, അല്ലെങ്കിൽ ഇതായാലും കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെയാണ്. ഇപ്പോൾ ഈ ഫിഗർ ആകുമ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ആ പവർ സോഴ്സിൻ്റെ കാര്യങ്ങളും കൂടെയൊക്കെ കാണിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ആണ് നമ്മുടെ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ടത്. എക്സാം പോയിൻ്റ് ഓഫ് ഒക്കെ 7 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വെൽഡിങ് പ്രോസസ്സാണ്. ഓക്കെ, അതുപോലെ അതിൻ്റെ ബാക്കി കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ദ മോൾട്ടൺ ഫ്ലക്സ് റിയാക്ട്സ് വിത്ത് ദ ഇമ്പ്യൂരിറ്റീസ് ഇൻ ദ മോൾട്ടൺ വെൽഡ് മെറ്റൽ ടു ഫോം സ്ലാഗ് വിച്ച് ഫ്ലോട്ട്സ് ഓവർ ദ സർഫസ് ഓഫ് ദ വെൽഡ് മെറ്റൽ. അതായത് ദ മോൾട്ടൺ ഫ്ലക്സ് അല്ലേ, ആ മെൽറ്റ് ആവുന്ന ഫ്ലക്സ് എന്ത് ചെയ്യും, റിയാക്ട്സ് വിത്ത് ദ ഇമ്പ്യൂരിറ്റീസ്, ഏതോ ഒരു ഇമ്പ്യൂരിറ്റീസുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഏത് ഇമ്പ്യൂരിറ്റീസാണ്? ഇൻ ദ മോൾട്ടൺ വെൽഡ് മെറ്റൽ. അതായത് മോൾട്ടൺ വെൽഡ് മെറ്റലുള്ള ഇമ്പ്യൂരിറ്റീസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ടു ഫോം സ്ലാഗ് ഫോം ചെയ്യും വിച്ച് ഫ്ലോട്ട്സ് ഓവർ ദ സർഫസ് ഓഫ് ദ വെൽഡ് മെറ്റൽ. ആ സ്ലാഗ് എന്ത് ചെയ്യും, വെൽഡ് മെറ്റലിൻ്റെ സർഫസിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ഒരു ഫിഗറിൽ നമ്മുടെ സ്ലാഗിൻ്റെ കാര്യം കാണിച്ചിട്ടുണ്ട്. സ്ലാഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ഒരു സർഫസിലൊരു കോട്ടിംഗ് പോലെ, നമ്മൾ വെൽഡ് ചെയ്ത ഭാഗത്ത് ഒരു കോട്ടിംഗ് പോലെ കൊടുക്കുന്ന ഭാഗമാണ് സ്ലാഗ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ആ ഒരു വെൽഡ് മെറ്റൽ നമ്മൾ വീണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ആ ഒരു നമ്മൾ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ ഒന്നും അതിലേക്ക് റിയാക്ട് ചെയ്തിരിക്കാൻ വേണ്ടി കൊടുക്കുന്നൊരു എക്സ്ട്രാ ഒരു ഏജൻറ്റാണ് നമ്മൾ സ്ലാഗ്. നമ്മൾ ഫ്ലെക്സ് കൊടുക്കുന്ന കാരണം എന്ത് ചെയ്യുന്നത്, അവിടെ സ്ലാഗ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ അതാണ് സ്ലാഗ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സ്ലാഗ് എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു വെൽഡ് മെറ്റലിനെ അവിടെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും, സർഫസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ലെയർ ഓഫ് സ്ലാഗ് ഓവർ ദ മോൾട്ടൺ വെൽഡ് മെറ്റൽ റിസൾട്ട്സ് ഇൻക്രീസ്ഡ് പ്രൊട്ടക്ഷൻ ഓഫ് വെൽഡ് മെറ്റൽ. ഇപ്പോൾ പറഞ്ഞ പോയിന്റിനാണ് എന്തായിരിക്കും, സ്ലാഗിൻ്റെ ലെയർ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും, മോൾട്ടൺ വെൽഡ് മെറ്റൽ എന്ത് ചെയ്യും, അത് പ്രൊട്ടക്ഷൻ ഓഫ് വെൽഡ് മെറ്റൽ ഫ്രം അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് കണ്ടാമിനേഷൻ അല്ലേ, അറ്റ്മോസ്ഫിയറിലെ ഗ്യാസ് കണ്ടാമിനേഷൻ കാരണം ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, അത് അതിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. ആൻഡ് സോ ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടീസ് ഓഫ് വെൽഡ് ജോയിൻറ്റ്. ഓക്കെ, എന്തെങ്കിലും അതുപോലെ തന്നെ ആ വെൽഡ് ജോയിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഇൻക്രീസ് ചെയ്യിക്കാനുള്ള ഒരു സാഹചര്യം ആ ഒരു സ്ലാഗ് സഹായിക്കും. ഓക്കെ, അപ്പോൾ അത്രയും പഠിച്ചു വെച്ചാൽ മതി സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ. ഈ ഒരു ഫിഗർ വരയ്ക്കാനും അതിൻ്റെ ഫിഗറിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കി തന്നെ നമുക്ക് ഏകദേശം ഇപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരു ഫ്ലെക്സ് ഓപ്പർ ഉണ്ടായിരിക്കും, പിന്നെ ഇലക്ട്രോഡിനെ ഫീഡ് ചെയ്യാനുള്ള 2 ഫീഡ് റോളേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ പിന്നെ ബാക്കി നമ്മുടെ ഒരു വെൽഡഡ് പീസിൻ്റെ അല്ലെങ്കിൽ വെൽഡ് ചെയ്യാൻ പോകുന്ന ഒരു വർക്ക് പീസിൻ്റെ ഫിഗറും അതിൻ്റെ മേലെ ഉണ്ടാകുന്ന ആർക്ക് ജനറേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് വെച്ചിട്ട് വയ്ക്കുക. പിന്നെ ഫ്ലെക്സ് ബ്ലാങ്കറ്റ് കാണിക്കുക, പറ്റുമെങ്കിൽ ഇവിടെ സ്ലാഗ് കാണിക്കുക, ആർക്ക് കാണിക്കുക, വെൽഡ് പൂൾ കാണിക്കുക, ഓക്കെ, ഇലക്ട്രോഡ് കാണിക്കുക, ഫ്ലെക്സ് ഓപ്പർ കാണിക്കുക. ഓക്കെ, ബാക്കിയുള്ള നമ്മൾ ഈ പറഞ്ഞ പോയിൻറ്റ്സിന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന് ഓരോ പോയിൻറ്റ്സും മനസ്സിൽ നിന്ന് എടുത്ത് തരാൻ പറ്റും. അതിൻ്റെ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയാണ് നമ്മുടെ ഈ ഒരു സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, നമുക്കതുപോലെ തന്നെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് തെർമൈറ്റ് വെൽഡിങ്ങിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ തെർമൈറ്റ് വെൽഡിങ്ങിൻ്റെ നമുക്കൊരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനുള്ളൊരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇവിടെ ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇലക്ട്രിക് ആർക്കിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ല, ഇലക്ട്രോഡും വർക്ക് പീസ് തമ്മിലുള്ള ആ ഒരു കോൺടാക്റ്റ് വരാതിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന സ്പാർക്ക് കാരണം ആണ് അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. എന്നാൽ തെർമൈറ്റ് വെൽഡിങ് ആകുമ്പോൾ ശരിക്കും ഇവിടെ ആ ഒരു ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ശരിക്കും ഒരു എക്സോതെർമിക് റിയാക്ഷനാണ് നടക്കുന്നത്. ഓക്കെ, അതായത് നോക്കാം, തെർമൈറ്റ് വെൽഡിങ് ഓൾസോ നോൺ ആസ് തെർമൈറ്റ് വെൽഡിങ് അല്ലെങ്കിൽ ഓൾസോ നോൺ ആസ് തെർമൈറ്റ് വെൽഡിങ് എന്ന് പറയാൻ പറ്റും. ഈസ് എ പ്രോസസ് ദാറ്റ് യൂസസ് ദ ഹീറ്റ് ജനറേറ്റഡ് ഫ്രം ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, ചിലപ്പോൾ 1 മാർക്കിനെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് തെർമൈറ്റ് വെൽഡിങ്ങിൽ എങ്ങനെയാണ് ഹീറ്റ് ജനറേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റണം അത് എക്സോതെർമിക് റിയാക്ഷൻ കാരണമാണ്. ഓക്കെ, ബിറ്റ്വീൻ എ മെറ്റൽ ഓക്സൈഡ് ആൻഡ് അലുമിനിയം പൗഡർ ടു പ്രൊഡ്യൂസ് മോൾട്ടൺ മെറ്റൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വെൽഡിങ്. അപ്പോൾ ആ ഒരു എക്സോതെർമിക് റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്, ബിറ്റ്വീൻ മെറ്റൽ ഓക്സൈഡ് ആൻഡ് അലുമിനിയം പൗഡറും മെറ്റൽ ഓക്സൈഡും തമ്മിലുള്ള ഒരു എക്സോതെർമിക് റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹീറ്റാണ് നമ്മളിവിടെ തെർമൈറ്റ് വെൽഡിങ്ങിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ അതിൽ ദ ഇഗ്നിഷൻ പൗഡർ യൂഷ്വലി കൺസിസ്റ്റ്സ് ഓഫ് പൗഡേർഡ് മാഗ്നീഷ്യം ഓർ എ മിക്സ്ചർ ഓഫ് അലുമിനിയം ആൻഡ് ബേരിയം പെറോക്സൈഡ്. ഓക്കെ, അപ്പോൾ ആ ഇഗ്നിഷൻ പൗഡറിൽ എന്തായിരിക്കും സാധാരണയായിട്ട് മാഗ്നീഷ്യം അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ബേരിയം പെറോക്സൈഡിൻ്റെ ഒരു മിക്സ്ചറാണ് ഉണ്ടായിരിക്കാനുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഇതിലിപ്പോൾ ഈ കാണുന്ന സ്ലൈഡിൽ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് എക്സാം പോയിൻ്റിൽ അത്രേ ആവശ്യമുള്ളൂ. പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഒരു ഫിഗർ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനുള്ള ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ
ആ ഒരു ക്രൂസിബിൾ സോൺ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എക്സോതെർമിക് റിയാക്ഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ചാമ്പറാണ് അവിടെ കാണുന്നുണ്ടായിരിക്കുക. അതുപോലെ താഴെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കുക, ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മൾ കാസ്റ്റിങ്ങിലൊക്കെ പഠിച്ച സമയത്ത് ആ ഒരു മോൾഡിങ് ഫ്ലാസ്കൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മൾ ആ ഒരു മോൾഡ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അതേപോലത്തെ ഒരു കേസാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുള്ളത്. അതായത് ജസ്റ്റ് ഇവിടെ നോക്കാം, ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ രണ്ട് വർക്ക് പീസ് നോക്കാം. ഈ രണ്ട് വർക്ക് പീസ് നമ്മളിങ്ങനെ വെച്ച് വെൽഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കാണുന്ന പോലെ ഈ ഒരു വർക്ക് പീസ് ഇത്രയും നീളത്തിലും അതുപോലെ ഈ വർക്ക് പീസ് ഇത്രയും നീളത്തിലുണ്ട്. അത് നമ്മൾ വെൽഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ മോൾട്ടൺ മെറ്റൽ നമുക്ക് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. അപ്പോഴത് പരസ്പരം ജോയിനിങ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു തെർമൈറ്റ് വെൽഡിങ് ഉപയോഗിക്കുന്ന ഒരു അപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ റെയിൽസിൽ വല്ല ക്രാക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ റെയിലിനെ തമ്മിൽ നമുക്കറിയാം റെയിലിൻ്റെ ആ ഒരു എന്താ പറയുക, റെയിലിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു വെൽഡിംഗ് ബോക്സ് എന്ന് പറഞ്ഞാൽ തെർമൈറ്റ് വെൽഡിംഗ് ആണ്. ഓക്കെ, ഇത് ശരിക്കും ഇതൊരു കാസ്റ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും ഇവിടെ കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് എന്താ ഇവിടെ നോക്കാം. അതായത് ഇതിനകത്ത് മോൾട്ടൺ അയൺ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, അതിൽ അലുമിനിയം ഓക്സൈഡ് സ്ലാഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് എന്ത് ചെയ്യും, അതിനെ ആ ഒരു അയണിനെ മെൽറ്റ് ചെയ്യുന്നൊരു ഭാഗമാണ് ഈ ക്രൂസിബിൾ സോൺ എന്ന് പറയുന്നത്. ആ മെൽറ്റ് ചെയ്തതിന് അയൺ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടേക്ക് സപ്ലൈ ചെയ്യണം. ആ ഒരു എന്താ പറയുക, നമ്മൾ കാസ്റ്റിംഗ് ചെയ്യുന്ന പോലെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ സപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് വായിച്ച് നോക്കാം. The heat necessary for joining in the process is obtained from a chemical reaction. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സോതെർമിക് റിയാക്ഷൻ ഉണ്ടല്ലേ, ശരിക്കും ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ എ മെറ്റൽ ഓക്സൈഡ്. അപ്പോൾ ഇവിടെ അയൺ ഓക്സൈഡാണ് മെറ്റൽ ഓക്സൈഡ് ആൻഡ് മെറ്റൽ റെഡ്യൂസിങ് ഏജൻറ്റ്. ഒരു മെറ്റൽ ഓക്സൈഡും ഒരു മെറ്റൽ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള അലുമിനിയവും തമ്മിൽ, അപ്പോൾ അയൺ ഓക്സൈഡും അലുമിനിയവും തമ്മിലുണ്ടാകുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു എക്സോതെർമിക് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ആവുന്നത്. ഓക്കെ, the mixture is ignited by using magnesium and the reaction spreads throughout the mixture. അപ്പോൾ എന്ത് ചെയ്യും, ആ മിക്സർ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുന്നത് ഒരു മാഗ്നീഷ്യം ഉപയോഗിച്ചാണ് ആ റിയാക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, the tremendous heat released approximately ഏകദേശം 2760 ഡിഗ്രി സെൽഷ്യസാണ് ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് പറയുന്നത്, ഹീറ്റിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് പറയുന്നത്. കോസ് ദ അയൺ ടു ചേഞ്ച് ടു ലിക്വിഡ് സ്റ്റേറ്റ് വിത്തിൻ 20 to 30 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഈ ഒരു ക്രൂസിബിൾ സോണിനകത്ത് വെച്ച് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ അയൺ ഓക്സൈഡും, ഓക്കെ ഇവിടെ പറഞ്ഞ പോലെ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന് മെറ്റൽ ഓക്സൈഡ് ആയിട്ടുള്ള അയൺ ഓക്സൈഡും അതുപോലെ മെറ്റൽ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള അലുമിനിയം തമ്മിൽ എന്ത് ചെയ്യും, അവർ തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2760 ഡിഗ്രി സെൽഷ്യസാണ്. അപ്പോൾ എന്തായിരിക്കും, ആ അയൺ മെൽറ്റ് ആവും. ഏകദേശം ഒരു 20 to 30 സെക്കൻഡ് കൊണ്ട് ആ അയൺ മെൽറ്റ് ആവും. ഓക്കെ, aluminum in the mixture reacts with oxygen in the iron oxide and forms aluminum oxide. It serves as a slag and float on the top. അപ്പോൾ ആ മിക്സറുള്ള അലുമിനിയം എന്ത് ചെയ്യും, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ഇൻ ദ അയൺ ഓക്സൈഡ് ആൻഡ് ഫോംസ് അലുമിനിയം ഓക്സൈഡ്. ഓക്കെ, അലുമിനിയം എന്ത് ചെയ്യും, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അലുമിനിയം ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ ആ അലുമിനിയം ഓക്സൈഡാണ് ഇവിടെ സ്ലാഗായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് സ്ലാഗ് എന്ന് പറയുമ്പോൾ ഒരു കോട്ടിങ് പോലെ പ്രവർത്തിക്കുന്ന ആ ഒരു അലുമിനിയം ഓക്സൈഡ് ആയിരിക്കും. ഓക്കെ, തെർമൈറ്റ് റിയാക്ഷൻ ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, തെർമൈറ്റ് വെൽഡിങ്ങിൽ നിന്നാണ് എക്സോതെർമിക് റിയാക്ഷനാണ് സംഭവിക്കുന്നത്. ദർ ആർ 2 types ഓഫ് തെർമൈറ്റ് വെൽഡിങ്, പ്ലാസ്റ്റിക് ഓർ പ്രഷർ തെർമൈറ്റ് വെൽഡിങ് ആൻഡ് ഫ്യൂഷൻ ഓർ നോൺ പ്രഷർ വെൽഡിങ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള തെർമൈറ്റ് വെൽഡിങ് ഉണ്ട്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്രഷർ തെർമൈറ്റ് വെൽഡിങ്ങും ഉണ്ട്, ഫ്യൂഷൻ അല്ലെങ്കിൽ നോൺ പ്രഷർ വെൽഡിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു തെർമൈറ്റ് വെൽഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ്, പഠിച്ചു വെക്കേണ്ട പോയിൻറ്റ്സ് ഒന്നതാണ് യൂസസ് ഹീറ്റ് ജനറേറ്റഡ് ഫ്രം എക്സോതെർമിക് റിയാക്ഷൻ കാരണമാണ് എന്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ അടുത്ത സ്ലൈഡിൽ നമ്മൾ ഓൾറെഡി ഈ സെൻറ്റൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചു. പിന്നെ വരുന്നത് ഈ ഒരു സെൻറ്റൻസ്, ദ മിക്സർ ഈസ് ചെയ്യുന്നത് ബൈ യൂസിങ് മാഗ്നീഷ്യം ആൻഡ് റിയാക്ഷൻ സ്പ്രെഡ്സ് ത്രൂ ഔട്ട് ദ മിക്സർ. പിന്നെ ഈ ഒരു സെൻറ്റൻസ്, ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ റേഞ്ച് 2760 ഡിഗ്രി സെൽഷ്യസാണ്. ഏകദേശം 20 to 30 സെക്കൻഡ് കൊണ്ടാണ് ഡെവലപ്പ് ആവുന്നുണ്ടായിരിക്കുക. അതുപോലെ അലുമിനിയം എന്ത് ചെയ്യും, അലുമിനിയം മിക്സർ ഓക്സിജനുമായിട്ട് കമ്പനി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അലുമിനിയം ഓക്സൈഡ് ഉണ്ടാവും, അതാണ് സ്ലാഗായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന് മേലെ അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ഓക്കെ, അത്രയും പോയിൻറ്റ്സ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ ഒരു ഫിഗർ വരച്ചാൽ മതി. ഓക്കെ, തെർമൈറ്റ് വെൽഡിങ്ങിൽ നിങ്ങൾ ഈ ഒരു ഫിഗർ വെച്ചാൽ തന്നെ നമുക്ക് മാക്സിമം സ്കോർ 7 മാർക്കിനെ സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഫിഗറും ആ പറഞ്ഞ പോയിൻറ്റ്സും പഠിച്ച് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഭാഗം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.